പ്രസിദ്ധമായ കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചയ്ക്ക് 2 മണി മുതൽ CCTV പ്രാദേശിക ചാനലിലൂടെ പൂരാഘോഷം തത്സമയം സംപ്രേഷണം ചെയ്യും. ദേശപ്പെരുമയുടെ വിളംബരവുമായി പ്രശസ്തമായ കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. 22 ഗജവീരന്മാരും തട്ടകത്തിലെ 15 ദേശപൂരങ്ങളും അണിനിരക്കുന്ന പൂരാഘോഷത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു. പൂരദിവസം പുലർച്ചെ 4 മണിക്ക് ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 1:30 മനക്കലെ വേലവരവ് എഴുന്നള്ളിക്കും. ഗജവീരൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പഞ്ചാരിമേളത്തിന് മേളവിഭൂഷൺ വെള്ളിത്തുരുത്തി പ്രഭാകരൻ നായർ നേതൃത്വം നൽകും. വൈകിട്ട് 4:30 മുതൽ 15 ദേശപൂരങ്ങളുടെ ക്ഷേത്രാങ്കണത്തിലേക്കുള്ള വരവ് ആരംഭിക്കും. തുടർന്ന് 6:30 പൂരങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം പൂർത്തിയാക്കി 7:30 ആനപ്പൂരവും കൂട്ടിയെഴുന്നള്ളിപ്പും ആരംഭിക്കും. തലയെടുപ്പുള്ള 22 ഗജവീരന്മാർ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രാമാണ്യത്തിൽ 70ഓളം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം അകമ്പടിയാകും. രാത്രി 9 മുതൽ 10:30 വരെ വർണ്ണാഭമായ തെയ്യം വേലവരവ് നടക്കും. തുടർന്ന് പുലർച്ചെയോടെ പൂരാവർത്തനവും 5 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 6:30 കൂറ വലിച്ച് കൊടിയിറക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. അന്നംകുളങ്ങര പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കലാപരിപാടികൾ ശ്രദ്ധേയമായി. പൂരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് നടന്നുവരുന്നത്. കാണിപ്പയ്യൂരിന്റെ നേതൃത്വത്തിൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ദിവസങ്ങളിലായി നടന്ന കലാപരിപാടികൾ പൂരാഘോഷത്തിന്റെ ആവേശകരമായ തുടക്കമായി. ക്ഷേത്രത്തിന് മുൻവശത്തെ വിശാലമായ പാടശേഖരത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലാണ് പരിപാടികൾ അരങ്ങേറിയത്. ശ്രീസുധ നാട്യാലയം കലാസമിതികൾ സംയുക്തമായി അവതരിപ്പിച്ച വീരനാട്യം കാണികൾക്ക് ദൃശ്യവിരുന്നായി. ചൊവ്വാഴ്ച രാത്രി നടന്ന കൊച്ചിൻ കലാഭവന്റെ ഗാനമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പൂരത്തലനായ ഇന്ന് രാത്രി 8 മണിക്ക് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ബ്രോ ഹൗസ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷനും അരങ്ങേറി.